സോ പെർസെപ്ട്രോൺ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ. പക്ഷേ അതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. സോ ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് ബാക്ക് പ്രൊപ്പഗേഷനും MLPസും. സോ ഇത് കൊണ്ടുവന്നത് 3 റിസർച്ചേഴ്സ് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തു. അവരെയാണ് ആദ്യമായിട്ട് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞൊരു ലേണിംഗ് ആൽഗോരിതം പോപ്പുലറൈസ് ചെയ്തത്. ഇതാണ് മൾട്ടി ലെയർ പെർസെപ്ട്രോൺസ് പോസിബിൾ ആക്കിയത്. സോ MLP എന്ന് പറയുമ്പോൾ നമുക്ക് പേരിൽ തന്നെയുണ്ട് മൾട്ടിപ്പിൾ ലെയേഴ്സ്. പെർസെപ്ട്രോൺസ് തന്നെ മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ കുറച്ചും ഡിഫറൻസും കൂടി ഉണ്ട്. സിമ്പിൾ പെർസെപ്ട്രോണിൽ ഇറ്റ് വാസ് ഒരു സിമ്പിൾ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻ. ഇവിടെ MLPയിൽ നോൺ ലീനിയർ ആക്ടിവേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്തു. ആൻഡ് ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ ഈ പുതിയ ടെക്നിക്കിലൂടെയാണ് ട്രെയിൻ ചെയ്തത്. സോ ജെഫ്രി ഹിൻഡൻ is regarded as one of the godfathers of deep learning. ബാക്ക് പ്രൊപ്പഗേഷൻ മാത്രമല്ല മറ്റ് പല ക്രൂഷ്യൽ കോൺട്രിബ്യൂഷൻസും ജെഫ്രി ഹിൻഡൻ ഡീപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കിൻ്റെ ഒരു ചെറിയ ഓവർവ്യൂ. സോ ആസ് യൂഷ്വൽ നമ്മൾ നമ്മുടെ ഡേറ്റ അവർ ഇൻപുട്ട് ഡേറ്റ ഈ നെറ്റ്വർക്കിലൂടെ ട്രാവൽ ചെയ്യുന്നു, മോഡൽ പാരാമീറ്റേഴ്സ് പഠിച്ചെടുക്കുന്നു, ട്രെയിൻ ആവുന്നു, ഔട്ട്പുട്ട് തരുന്നു, ആൻഡ് നമ്മൾ ലോസ് ഫംഗ്ഷനിലൂടെ ലോസ് കണ്ടുപിടിക്കുന്നു. സോ ലോസ് ഫംഗ്ഷൻ എന്താണ്, ലോസ് എന്താണെന്നൊക്കെ നമ്മൾ മെഷീൻ ലേണിംഗ് ഫണ്ടമെന്റൽസ് നമ്മൾ പഠിച്ചാണ്. സോ ലോസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഒരു ബാക്ക്വേർഡ് പാസ് നടക്കുന്നു. കണ്ടുപിടിച്ച വെയ്റ്റ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ഈ ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കും. സോ ഇത് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇതാണ് ഒരു ഓവർവ്യൂ ഓഫ് വാട്ട് ബാക്ക് പ്രൊപ്പഗേഷൻ ലേണിംഗ് ആൽഗോരിതം ഇസ്. ഓക്കെ, സോ MLPക്കും ഉണ്ട് ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. ഓൾസോ MLPയിൽ യൂസ് ചെയ്യുന്നത് ഡെൻസ് ഓർ ഫുള്ളി കണക്റ്റഡ് ലെയേഴ്സ് ആണ്. So modern day neurons are not just perceptrons, and modern day neural networks use nonlinear activation functions, back propagation and layers other than dense layers. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു MLPയിൽ നമ്മൾ ഡെൻസ് ലെയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ മോഡേൺ ഡേ ന്യൂറൽ നെറ്റ്വർക്ക്സ് അത് മാത്രമല്ല, പലതരം ലെയേഴ്സ് വരും. സോ difference between perceptron, MLP and modern day ANNs. So ANN എന്ന് പറയുന്നത് ഒരു ബ്രോഡ് അംബ്രല്ല ടേം ആണ്. എനി ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്ക്, കുറച്ച് ന്യൂറോൺസിനെ കണക്ട് ചെയ്ത് ഒരു ആർട്ടിഫിഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന എന്ത് സിസ്റ്റത്തിനെയും നമ്മൾ ANN എന്ന് വിളിക്കും. സോ MLP ആൻഡ് പെർസെപ്ട്രോൺ ആണ് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ആൻ ANN. അതിലൊരു ന്യൂറോൺ ഉള്ളൂ, ഒരു സിമ്പിൾ സ്റ്റെപ്പ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തത്. MLP is more advanced. It has multiple layers and ഇതെല്ലാം dense layers ആണ്. It has at least one hidden layer and also ഇത് non-linear activation function യൂസ് ചെയ്തു. സോ മോഡേൺ ANN ആവുമ്പോൾ നമുക്ക് വളരെ കോംപ്ലെക്സ് ആൻഡ് ഡൈവേഴ്സ് ആർക്കിടെക്ചേഴ്സ് ഉണ്ട്, ആൻഡ് ഇറ്റ് യൂസസ് different types of layers.